വിശദമായ വാർത്തകളിലേക്ക് വീണ്ടും തുറന്നടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട സഹായം ലഭിക്കുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജാതി പറയുന്നുവെന്നാണ് ആരോപണം. താൻ പറയുന്നത് ജാതിയല്ല, നീതിക്കായാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്ത് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്നും മലപ്പുറത്ത് നിന്ന് മുസ്ലിങ്ങളെ പറഞ്ഞാൽ തല പോകുമെങ്കിൽ പോകട്ടെ എന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഞങ്ങളാരും മുസ്ലിം വിരുദ്ധരല്ല, പക്ഷേ മുസ്ലിങ്ങളുടെ എന്താണ് ഞാൻ പറഞ്ഞ മലപ്പുറത്ത് വെച്ച കാര്യം പറയാൻ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാൻ ഒക്കത്തില്ലേ? പിന്നോക്ക സമുദായ മുന്നണി എന്നും സംവരണ സമുദായ മുന്നണി എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നത് ആരാണ്? മുസ്ലിംകളല്ലേ. ഭരണത്തിൽ കിട്ടിയപ്പോൾ അവരെന്താ ചെയ്തത്? സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഒക്കെ മേടിച്ച് അവരുടെ കാര്യം സാധിച്ച് അവർ പോയി. അപ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കാത്തത് ഒരു കൊടിപ്പളി കൊമ്പം ചോദിച്ചിട്ട് തരാത്തതെന്നാണ് അതിന് മറുപടി പറഞ്ഞാൽ. അത് പറയാതെ അവർക്ക് എത്ര കോളേജ് അവിടെ? 17 കോളേജുണ്ട്. ഞങ്ങൾക്ക് മൊത്തം കേരളത്തിലുള്ള കോളേജ് മലപ്പുറത്ത് മുസ്ലിംസിന് മാത്രമുണ്ട്. മുസ്ലിം പാവപ്പെട്ടവർക്കല്ല, അവരുടെ സമ്പന്നന്മാരായ ട്രസ്റ്റുകൾക്ക് അവർ കൊടുത്തിരിക്കുകയാണ്. അതൊന്നും ആരും പറയാത്തത്. പക്ഷെ അവർക്ക് മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട്. അവരെ സൂചിപ്പിക്കണം പലർക്കും. എനിക്ക് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ഭരണത്തിൽ വരണമെന്നില്ല, പാർലമെന്ററി മോഹവും ഇല്ല. അതുകൊണ്ട് ഞാനുള്ളത് പറയും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വീണ്ടും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും SNDP യോഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ SN ട്രസ്റ്റിൻ്റെയും ഒക്കെ തലപ്പത്ത് 30 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ സ്വീകരണ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നേരത്തെയും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഗണന, അതിന് വേണ്ട അർഹതപ്പെട്ട സഹായമൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതേസമയം തന്നെ താൻ ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി ജാതി പറയുകയാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. തനിക്കെതിരെ തന്നെ പല ആരോപണങ്ങളും ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ താൻ നീതിയാണ് ചോദിക്കുന്നത്, അതായത് ജാതിയല്ല പറയുന്നത്, നീതിയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, താൻ ഒരിക്കലും ഒരു മുസ്ലിം വിരോധി അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ മലപ്പുറത്ത് തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു സഹായം പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ജാതി പറഞ്ഞ് അത് സഹായങ്ങൾ പറ്റുന്നവരുണ്ട്. അതൊക്കെ തന്നെ സമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്തുണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മുസ്ലിം സംഘടനകളടക്കം അല്ലെങ്കിൽ മറ്റ് ലീഗ് അടക്കമുള്ളവർ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായി സർക്കാരിൻ്റെ സഹായമെല്ലാം കൈപ്പറ്റിയ ശേഷം ഈ SNDP-യെ പൂർണ്ണമായും പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്, അത് സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈയൊരു പ്രതികരണം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇക്കാര്യം അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. തനിക്ക് ഒരു രാഷ്ട്രീയ നേതാവാകേണ്ട ആവശ്യമില്ല, അത്തരത്തിലൊരു കസേരയും താൻ ആഗ്രഹിക്കുന്നില്ല, താൻ പറയേണ്ടത് പറയുമെന്നുള്ള കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് പ്രസംഗത്തിനിടെ അദ്ദേഹം സൂചിപ്പിച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ഈ SNDP യോഗവും SN ട്രസ്റ്റും ഒക്കെ നടത്തി വരുന്ന കാര്യങ്ങൾ, അതിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ ജില്ലയിലും അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള അനുമതിയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സഹായമോ ലഭിക്കാത്തതിലാണ് ഇക്കാര്യം അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടക്കം വിഷയം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. താൻ ഒരിക്കലും ഒരു മാങ്കൂട്ടത്തിലല്ല, തൻ്റെ അടുത്ത് ആർക്ക് വേണോ വരാമെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാകണമെങ്കിൽ വ്യക്തിശുദ്ധി വേണം, അക്കാര്യമൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇന്നും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട സഹായം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് ചോദിക്കുമ്പോൾ തങ്ങൾ എങ്ങനെ ഈ ജാതി പറയുന്നവരാകുമെന്നുള്ള കാര്യമാണ്. അദ്ദേഹം എടുത്തു പറയുന്നത് ഇത് തന്നെയാണ്. തങ്ങൾ ചോദിക്കുന്നത് ജാതിപരമായിട്ടുള്ള കാര്യമല്ല, അത് അവകാശമാണ്, അല്ലെങ്കിൽ തങ്ങൾ നീതിയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ജാതീയവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സഹായങ്ങൾ നടപ്പിലാകുന്നു എന്നുള്ളതാണ്. അതായത് മറ്റു സമുദായങ്ങൾ അവരുടേതായിട്ടുള്ള മിടുക്കുകൊണ്ട് ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്, അതായത് വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കുകയാണ്. കയ്യൂക്ക് ഉള്ളവൻ കാര്യക്കാര്യൻ എന്നുള്ള നിലയിലേക്കാണ് മാറിപ്പോയത്. എന്തായാലും തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും താൻ എവിടെയും അത് തുറന്നു പറയും എന്നുള്ള കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ശരി, മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.